10ാം ക്ലാസ് മാത്സിലെ അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 27ലെ ആദ്യത്തെ 3 ക്വസ്റ്റ്യൻസ് ചെയ്യാനാണ് ഈ വീഡിയോൻ്റെ ഉദ്ദേശം. സോ നമുക്ക് ഓൾറെഡി അറിയാം, ഒരു സമാന്തര ശ്രേണി, ഒരു 5 പദങ്ങളുള്ള, ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണ്, 5 പദങ്ങളുള്ള ഫോർ എക്സ് വൈ 5 പദങ്ങളുള്ള ഒരു സമാന്തര ശ്രേണിയിൽ മിഡിൽ ടേം എന്ന് പറയുന്നത് 1 2 3 1 2 3 ഇതായിരിക്കും. അതായത് x3 ആയിരിക്കും എന്ത് ഇവിടെ മധ്യപദം. സോ ഫസ്റ്റത്തെ ടേം പ്ലസ് അവസാനത്തെ ടേം, സെക്കൻഡ് ടേം പ്ലസ് ഫോർത്ത് ടേം, അതായത് x1 പ്ലസ് x5 ഈക്വൽ ടു, അല്ലെങ്കിൽ x2 പ്ലസ് x4 ഈക്വൽ ടു എന്തായിരിക്കും? മിഡിൽ ടേമിൻ്റെ ഡബിൾ ആയിരിക്കും. x3 ഇൻറ്റു ഡബിൾ, x3 ഇൻറ്റു ഡബിൾ. ഓക്കെ, ഇതേപോലെ 7 പദം എടുത്താലും, ഇതേപോലെ ഇപ്പം 9 പദം എടുത്താലും, 9 ടേം എടുത്താലും ഒക്കെ എന്തായിരിക്കും? ഇതേപോലെ തന്നെ ആയിരിക്കും. അതായത് എന്താണ്? ഇഫ് നമ്പർ ഓഫ് ടേംസ് ഓഡ് നമ്പർ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് തരുന്ന സമാന്തര ശ്രേണിയിലെ ടേംസ്, അതായത് ഈ പദങ്ങളുടെ എണ്ണം എന്താണ്? ഒറ്റ സംഖ്യയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമാന്തര ശ്രേണിയുടെ സമ്മ് എന്തായിരിക്കും? മിഡിൽ ടേമിനോട് ആകെയുള്ള നമ്പർ ഓഫ് ടേംസ് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ ടൈപ്പ് 6 ആയിട്ട് കൺസിഡർ ചെയ്യുക. അതായത് ഇത് 6ാമത്തെ മെത്തേഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇത്തരം ക്വസ്റ്റ്യൻസ് വന്നാൽ ഇങ്ങനെ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. അതായത് ഇഫ് നമ്പർ ഓഫ് ടേംസ് ഈസ് ഓഡ്, നമുക്ക് തന്നിരിക്കുന്ന സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യ ആയിക്കഴിഞ്ഞാൽ സമ്മ് എന്ന് പറയുന്നത്, പദങ്ങളുടെ തുക എന്ന് പറയുന്നത്, മധ്യപദം മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേം ആയിരിക്കും. ഓക്കെ, സമ്മ് എന്ന് പറയുന്നത് മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇനി പറയാൻ പോകുന്നത്. സോ പേജ് നമ്പർ 27, question number 1. So write an arithmetic sequence with a sum of first 7 term is 17. അതായത് 7 പദങ്ങളുള്ള ഒരു സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ ആകെത്തുക എന്താണ്? 70 ആണ്. അതായത് സം ഓഫ് 7 ടേം എന്ന് പറയുന്നത് 70 ആണ് എന്നുണ്ടെങ്കിൽ ആദ്യത്തെ 3 ടേം എഴുതാനാണ് നമ്മളോട് പറയുന്നത്. ഇവിടെ ഞാൻ മുകളിൽ പറഞ്ഞ സംഭവം എന്താണ്? അപ്ലിക്കബിൾ ആണ്. അതായത് എന്താണ്? ആകെ എത്ര പദങ്ങളാണ് ഉള്ളത്? നമ്പർ ഓഫ് ടേംസ്, പദങ്ങളുടെ എണ്ണം 7 ആണ്. ഈ 7 ഒറ്റ സംഖ്യ ആണോ ഇരട്ട സംഖ്യ ആണോ എന്നുള്ളത് നോക്കുക. അപ്പം എന്താണ്? ഇത് ഓഡാണ്. ഓഡ് നമ്പർ ഓഫ് ടേം ആണ് എന്നുണ്ടെങ്കിൽ എന്ത് മനസ്സിലാക്കണം? സമ്മ് എന്ന് പറയുന്നത് എന്താണ്? മിഡിൽ ടേമിനോട് ഇൻറ്റു നമ്പർ ഓഫ് ടേം ചെയ്താൽ കിട്ടുന്നതായിരിക്കും. അപ്പം മിഡിൽ ടേം 7 പദങ്ങളുള്ള ഒരു സമാന്തര ശ്രേണിയിൽ മിഡിൽ ടേം എന്താണെന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്യണം. സോ x1, x2, x3, x4, x5, x6, x7 7 പദങ്ങളുള്ള ഒരു സമാന്തര ശ്രേണി. ഇവിടെ മിഡിൽ ടേം എന്തായിരിക്കും? x4 ആയിരിക്കും. 4ാം പദമായിരിക്കും എന്ത്? മിഡിൽ ടേം. സോ ഇത് അതേപോലെ എഴുതുമ്പോൾ സം ഓഫ് 7 ടേം 17 വിച്ച് ഈസ് ഈക്വൽ ടു മിഡിൽ ടേം എന്താണ്? x4 ഇൻറ്റു നമ്പർ ഓഫ് ടേം 7. അപ്പം ഫോർത്ത് ടേം നമുക്ക് കിട്ടും. x4 എന്ന് പറയുന്നത് എന്താണ്? 70/7 എത്രയാണ്? 10. x4 എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ എന്താണ് നമ്മളോട് പറയുന്നത്? റൈറ്റ് 3 അരിത്മെറ്റിക് സീക്വൻസ്. ഏതെങ്കിലും ഒരു 3 നാലാം പദം 10 ആവുന്ന ഏതെങ്കിലും ഒരു 3 അരിത്മെറ്റിക് സീക്വൻസ്, ഏതെങ്കിലും ഒരു 3 സമാന്തര ശ്രേണി എഴുതിയാൽ മതി. 1 2 3 4. 4ാമത്തെ പദം നമുക്കറിയാം 10 ആണ്. 5 6 7. ഓക്കെ, അപ്പം സപ്പോസ് കോമൺ ഡിഫറൻസ് 1 ആണെന്ന് വിചാരിക്കുക. കോമൺ ഡിഫറൻസ് 1 ആണെങ്കിൽ 4ാം പദം കഴിഞ്ഞ് 5ാം പദം എന്തായിരിക്കും? 11 ആയിരിക്കും. 6ാം പദം എന്തായിരിക്കും? 12 ആയിരിക്കും. 11 12 13. ഇപ്പോൾ ഇവിടെയോ 9 8
7. ഇതെന്താണ് കോമൺ ഡിഫറൻസ് 1 ആയാൽ. സപ്പോസ് കോമൺ ഡിഫറൻസ് എന്താണ് 2 ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നാലാം പദം 10 ആണ്. കോമൺ ഡിഫറൻസ് 2 ആയതുകൊണ്ട് അടുത്ത പദം എന്തായിരിക്കും? 12, 14, 16. ഇവിടോ 8, 6, 4. ഇനി സപ്പോസ് കോമൺ ഡിഫറൻസ് 1 ആണ് എന്ന് 3 ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാലാം പദം 10 തന്നെ വെക്കുക. 13, 16, 19. ഇവിടെ 7, 4, 1. സോ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. പേജ് നമ്പർ 27 ക്വസ്റ്റ്യൻ നമ്പർ 2. പേജ് നമ്പർ 27 ക്വസ്റ്റ്യൻ നമ്പർ 2. ദ സം ഓഫ് ദ ഫസ്റ്റ് 3 ടേം, ആദ്യത്തെ 3 പദങ്ങളുടെ തുക S3 എന്ന് പറയുന്നത് 13. ആൻഡ് ദ സം ഓഫ് 7 ടേം S7 എന്ന് പറയുന്നത് 140 ആണ്. എങ്കിൽ വാട്ട് ഈസ് ദ സെക്കൻഡ് ടേം ഓഫ് ദ സീക്വൻസ്? ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 3 പദങ്ങളുടെ തുക 30ഉം തുടർന്ന് 7 പദങ്ങളുടെ തുക 140ഉം ആയാൽ രണ്ടാം പദം എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടുന്ന് രണ്ടാം പദം കാണാനാണ് പറഞ്ഞത്. അപ്പം നമ്മൾ ഇവിടെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. 1, 2, 3 രണ്ടാം പദം കാണാനാണ് നമ്മളോട് പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ്. രണ്ടാം പദം കാണാനാണ് പറയുന്നത്. ഇവിടെ ആദ്യത്തെ 3 പദങ്ങളുടെ തുക നമുക്കറിയാം 30 ആണ്. സം എന്ന് പറയുന്നത് 30 ആണ്. മിഡിൽ ടേം എന്താണ്? x2 ആണ്. അങ്ങനെ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയ നമ്പർ ഓഫ് ടേംസ് സപ്പോസ് എന്താണ് 3 ആണ്. 3 എന്താണ്? ഓഡാണ്. സോ ഞാൻ മുകളിൽ പറഞ്ഞ ആ ഇക്വേഷൻ ഇവിടെ അപ്ലിക്കബിൾ ആണ്. സോ സം ഈസ് ഈക്വൽ ടു മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേം. സോ സമ്മ് നമുക്കറിയാം എത്ര? 30 which is equal to മിഡിൽ ടേം എന്താണ്? x2 ഇൻറ്റു നമ്പർ ഓഫ് ടേം 3. സോ സെക്കൻഡ് ടേം എന്തായിരിക്കും? 10 ആയിരിക്കും. ഓക്കെ, സെക്കൻഡ് ടേം എന്തായിരിക്കും? 10 ആയിരിക്കും. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതേപോലെ ചെയ്ത് നോക്കുക. വാട്ട് ഈസ് ദ ഫോർത്ത് ടേം ഓഫ് സീക്വൻസ്? ഫോർത്ത് ടേം ഓഫ് സീക്വൻസ് ആണ് പറയുന്നത്. നാലാം പദം എന്തായിരിക്കും? നാലാം പദം ആദ്യത്തെ 7 പദങ്ങളുടെ തുക നമുക്കറിയാം. S7 എന്ന് പറയുന്നത് 140 ആണ്. ഇവിടെ മിഡിൽ ടേം 7 പദങ്ങളുള്ള ഒരു സമാന്തര ശ്രേണിയിൽ മിഡിൽ ടേം എന്ന് പറയുന്നത് എന്തായിരിക്കും? 4 ആയിരിക്കും. സോ നാലാം പദം കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? x4 which is equal to ഈ ഇക്വേഷൻ തന്നെ. x4 equal to sum of 7 term divided by number of term. സോ സം ഓഫ് 7 ടേം എന്താണ്? 140 ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടേംസ് 7. 140/7 ചെയ്യുമ്പം 20 ആണ് എന്ത്? ഫോർത്ത് ടേം വരുന്നത്. 20 ആണ് ഫോർത്ത് ടേം വരുന്നത്. പിന്നെന്താണ്? വാട്ട് ആർ ദ ഫസ്റ്റ് 3 ടേം ഓഫ് സീക്വൻസ്? ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അതിനെന്ത് ചെയ്താൽ മതി? x2 നമുക്കറിയാം 10 ആണ്. x4 നമുക്കറിയാം 20 ആണ്. കോമൺ ഡിഫറൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? പദവ്യത്യാസം ഡിവൈഡഡ് ബൈ 20 മൈനസ് 10 ഡിവൈഡഡ് ബൈ പദങ്ങളുടെ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 4 മൈനസ് 2. 20 മൈനസ് 10 10/4 മൈനസ് 2 5 ആണ് കോമൺ ഡിഫറൻസ് എന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് അരിത്മെറ്റിക് സീക്വൻസ്? ഇവിടെ രണ്ടാം പദം തന്നിട്ടുണ്ട്. എന്താണ്? 10 ആണ്. കോമൺ ഡിഫറൻസ് 5 ആണെന്നുണ്ടെങ്കിൽ 5, 10, 15, 20 etc. ഇതാണ് അരിത്മെറ്റിക് സീക്വൻസ്. സോ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? The sum of first 5 term of an arithmetic sequence S5 which is equal to 150. The sum of first 10 term ആദ്യത്തെ 10 പദങ്ങളുടെ തുക 550 ആണ് തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് തേർഡ് ടേം കാണാനാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. അതായത് ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 5 പദങ്ങളുടെ തുക 150ഉം
ആദ്യത്തെ 10 പദങ്ങളുടെ തുക 550ആയാൽ എന്താണ് മൂന്നാം പദം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങളിവിടെ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് എന്താണ്, ആദ്യത്തെ മൂന്നാം പദം കാണാൻ പറയുമ്പോൾ നമുക്കാകെ തന്നിട്ടുള്ളത് സമ്മ്. ആദ്യത്തെ ഈ കേസാണ് കൺസിഡർ ചെയ്യേണ്ടത്. സോ ആദ്യത്തെ ഈ കേസ് കൺസിഡർ ചെയ്യുമ്പോൾ 1 2 3 4 5 ഈ തുകയാണ് നമുക്ക് ആദ്യം തന്നിട്ടുള്ളത്. എന്താണ്, 150 ആണ് എന്നുള്ളത്. 5 പദങ്ങളുടെ തുക 150 ആണ് എന്ന് പറയുമ്പോൾ ഇവിടെ മിഡിൽ ടേം എന്തായിരിക്കും, x3 ആയിരിക്കും. മിഡിൽ ടേം x3 ആയിരിക്കും. അപ്പോൾ സം എന്ന് പറയുന്നത് എന്താണ്, മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേം. സം എന്ന് പറയുന്നത് 150, മിഡിൽ ടേം x3, നമ്പർ ഓഫ് ടേം 5. സോ x3 എന്ന് പറയുന്നത് എന്താണ്, 150 ഡിവൈഡ് ബൈ 5. അപ്പം x3 എത്രയാണ്, 30. ഓക്കെ, x3 എത്രയാണ്, 30. x3 കിട്ടി 30. വാട്ട് ഈസ് ദ 8th ടേം ഓഫ് അരിത്മെറ്റിക് സീക്വൻസ്? എന്താണ് 8ാം പദം എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. x8 കാണാൻ നമ്മൾ വേറൊരു പരിപാടിയാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അതായത് 1 2 3 4 5 6 7 8 9 10 1 2 3 4 5. ആദ്യത്തെ 5 പദങ്ങളുടെ തുക എത്രയാണെന്ന് അറിയാം, 150 ആണ് എന്നുള്ളത് അറിയാം. ഇത് മുതൽ ഇതുവരെ ഉള്ളത് 150 ആണെന്ന് അറിയാം. അടുത്തത് 6 7 8 9 10. x6 മുതൽ x10 വരെയുള്ള തുക എത്രയാണെന്നുള്ളത് മനസ്സിലാക്കാൻ ആദ്യത്തെ 10 പദങ്ങളുടെയും തുക നമുക്കറിയാം, എന്താണ്, 550 ആണെന്ന് അറിയാം. അപ്പം 6 മുതൽ 10 വരെയുള്ള പദങ്ങളുടെ തുക എന്തായിരിക്കും, 550ന്ന് 150 കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. സോ എന്തായിരിക്കും, 400 ആയിരിക്കും. 400 ആയിരിക്കും എന്ത്, 6 മുതൽ 10 വരെയുള്ള പദങ്ങളുടെ തുക 400 ആയിരിക്കും. ഇവിടെ മിഡിൽ ടേം എന്ന് പറയുന്നത് 1 2 3, ഇവിടെ ആയിരിക്കും മിഡിൽ ടേം വരാം. x8 8ാം പദമായിരിക്കും ഇവിടെ എന്ത്, മിഡിൽ ടേം. സോ നമുക്ക് ഇത് 1ാം പദം 2ാം പദം 3ാം പദം 4ാം പദം 5ാം പദമായിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സം ഓഫ് 5 ടേംസ് എന്ന് പറയുന്നത് 400 ആയിരിക്കും. നമ്പർ ഓഫ് ടേം എന്ന് പറയുന്നത് 5 ആയിരിക്കും. സോ സം വിച്ച് ഈസ് ഈക്വൽ ടു മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേം. മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേം. സം നമുക്ക് കിട്ടിയിട്ടുണ്ട് 400. മിഡിൽ ടേം എന്താണ്, x8 8ാം പദം, അല്ലെങ്കിൽ ഈ ഒരു സീക്വൻസ് മാത്രം കൺസിഡർ ചെയ്യുമ്പം x3. സോ ഇൻറ്റു നമ്പർ ഓഫ് ടേം എത്രയാണ്, 5. സോ x8 എന്ന് പറയുന്നത് 400 ഡിവൈഡ് ബൈ 5 എത്രയാ, 80. 5 8 40. ഓക്കെ, 80 ആയിരിക്കും എന്ത്, 8ാം പദം. 8ാം പദവും കിട്ടി. ഓക്കെ, 8ാം പദവും കിട്ടി. സോ റൈറ്റ് ദ ഫസ്റ്റ് 3 സീക്വൻസ്. അതെന്ത് ചെയ്താൽ മതി, റൈറ്റ് ദ ഫസ്റ്റ് 3 സീക്വൻസ്. ഇവിടെ 8ാം പദം അറിയാം, അല്ലെങ്കിൽ 8ാം പദം അറിയാം, 3ാം പദവും അറിയാം. അത് വെച്ച് കോമൺ ഡിഫറൻസ് കാണാം. 8ാം പദം എത്രയാ, 80. 3ാം പദം എത്രയാ, 3ാം പദം 30 ഇല്ലേ, 30. ഓക്കെ, സോ കോമൺ ഡിഫറൻസ് എന്തായിരിക്കും, കോമൺ ഡിഫറൻസ് 80 മൈനസ് 30 50 ഡിവൈഡ് ബൈ 5 10 ആയിരിക്കും. അപ്പോൾ സീക്വൻസ് എന്തായിരിക്കും, 10 20 30 50. ഓക്കെ, ഇത്രേ ഉള്ളൂ ഇന്നത്തെ ക്വസ്റ്റ്യൻസ്. ബാക്കി ക്വസ്റ്റ്യന് stay tuned. Okay, bye.